കേൾക്കാമല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. കുഞ്ഞിന് വയ്ക്കാം. അത് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഞാൻ ഈ കോവിഡ് കാലത്ത് ഒരു എൻഗേജ്മെന്റിന് പ്രസംഗിക്കാൻ അത്യാവശ്യമായിട്ട് ചെല്ലണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഒഴിയാൻ ഒരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ ഞാനൊരു മൈക്കങ്ങ് വാങ്ങിച്ച് സ്വന്തമായിട്ട്. കാരണം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണല്ലോ. ഇന്നത്തെ വചന ശുശ്രൂഷ എനിക്ക് പ്രിയപ്പെട്ട ഈ പാസ്റ്റർ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ എന്നോടൊരു കാര്യം സൂചിപ്പിച്ചു. ഇന്ന് നമ്മുടെ കുട്ടികളുടെയൊക്കെ സാക്ഷ്യമുള്ളത് കൊണ്ട് ചിലപ്പോൾ വേണ്ടത്ര സമയം കിട്ടാൻ സാധ്യത ഇല്ല. പിന്നെ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പലയിടങ്ങളിലും സഭയും ബൈബിൾ കോളേജും രണ്ട് എന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാരാകുന്നത്. എന്നാൽ ദൈവകൃപയാൽ പ്രിയ ലൈജു, ഇവരൊക്കെ ബൈബിൾ കോളേജിനെയും സഭയെയും ഒരു സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന രീതി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവർക്ക് പിടിച്ചു പറ്റാൻ കഴിയുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം അറിയാം, മറ്റുള്ളവരെ പോലല്ല മാറി ചിന്തിക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ട ലൈജു. അതുകൊണ്ട് പ്രായത്തിൽ ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കൂടുതൽ പ്രായം, എനിക്ക് കുറച്ച് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്കെൻ്റെ മനസ്സിനോടും ഹൃദയത്തോടും ചേർത്ത് നിർത്താൻ പലപ്പോഴും ഞാൻ ഇഷ്ടപ്പെടുന്നത്, പ്രായം എനിക്ക് കൂടുതലാണ്, അകാല നരയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടും ഏതാണ്ട് സമാന ചിന്താഗതികൾ പലതിലുമുണ്ട്. എങ്കിലും ലൈജു പരിപാടിയുള്ള മുമ്പിൽ അതിനോടെത്താൻ ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കാം. ഇനി ഞാൻ പ്രസംഗത്തിലേക്ക് വരാം. ഒരു 10 മിനിറ്റ് ഞാൻ എടുക്കും. 10 മിനിറ്റ് എടുക്കാൻ സമയമുണ്ടോ? 10 മിനിറ്റ് മാത്രമേ എടുക്കൂ. ഈ സമീപകാലത്ത് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് റഷ്യ യുക്രൈൻ യുദ്ധം. സാധാരണ സഭായോഗങ്ങളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രസംഗിക്കാറില്ല. എന്നാൽ ആനുകാലിക സംഭവങ്ങളും പ്രവചന വിഷയങ്ങളും പ്രസംഗിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞാനൊരു യുദ്ധത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അത് സഭയിൽ ഒരു യുദ്ധമായി തീരരുത്. പ്രിയപ്പെട്ട ജോയി വാലത്തിൽ പറയും, ചിലരുടെ പ്രസംഗത്തിൽ വിഷയമില്ല, പക്ഷെ അവർ പോകുമ്പോൾ സഭയിൽ ഒരു വിഷയം ഉണ്ടാക്കിയിട്ടേ പോകൂ എന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. എന്ന് പറഞ്ഞതുപോലെ സഭായോഗത്തിൽ ഇതായിരുന്നോ എന്നൊന്ന് ചോദിച്ച് നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. കാരണം പല രാജ്യങ്ങളിൽ നിന്ന് പോലും UK, അമേരിക്കയിൽ നിന്നൊക്കെ ചിലരോട് ചോദിച്ചു, ഇത് 3-ാം ലോക മഹായുദ്ധമാണെന്ന്. ദൈവത്തിനെ അറിയൂ എന്ന് പറയുന്നതാ ശരിയെങ്കിലും ദൈവവചനം അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞ അല്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു. തെളിവുണ്ടോ എന്ന് ചോദിച്ചു, ഉണ്ടെന്നും പറഞ്ഞു. ഇന്ന് ആ തെളിവുകളെല്ലാം നിരത്താൻ സമയമില്ല. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് തുടങ്ങി വയ്ക്കുന്നതിൻ്റെ ബാക്കി അടുത്ത ആഴ്ച കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് കേൾക്കാം. ഇന്ന് എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് 3-ാം ലോക മഹായുദ്ധമല്ല എന്ന് നിങ്ങൾ കരുതിക്കൊള്ളുക. ബാക്കി നമുക്ക് അടുത്ത ആഴ്ചയിൽ പറയാം. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുമോ എന്ന് പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾക്കുകയും, യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഇവിടെ എസെക്കിയേൽ പ്രവാചകൻ ദിവ്യ ദർശനത്തിൽ ഒരു താഴ്വര കാണുക. ഒട്ടും സുഖമുള്ള ഒരു ദർശനമല്ല അത്. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞൊരു താഴ്വര. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞു എന്ന് പറയുമ്പോൾ മനുഷ്യാസ്ഥിയാണ്. ഇസ്രയേൽ എന്ന ജനത
അവരുടെ മരണത്താൽ സംഭവിച്ചിരിക്കുന്ന അസ്ഥി കൂമ്പാരത്തിൻ്റെ ഒരു താഴ്വരയാണ് കാണിച്ചത്. ലോകത്തിൽ ധാരാളം താഴ്വരകളുണ്ട്. എന്നാൽ ഈ പറയുന്നത് ഒരു പ്രത്യേക താഴ്വരയാണ്. ഏതാണെന്നറിയാമോ? ഇന്ന് യുദ്ധം നടക്കുന്ന യുക്രൈൻ്റെ തലസ്ഥാന നഗരിയായ കീവിൽ നിന്ന് 2 കിലോമീറ്റർ, 2 മൈൽ, നമുക്ക് ആ കിലോമീറ്റർ വിദേശ രാജ്യങ്ങൾക്ക് മൈലാണ്, 2 മൈൽ വടക്ക് എത്തുമ്പോൾ അവിടെ ഒരു താഴ്വരയുണ്ട്. അതിൻ്റെ പേര് ബാബിയാർ താഴ്വര എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കേട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. ബാബിയാർ താഴ്വര. ഈ ബാബിയാർ താഴ്വരയിൽ 35,000 യഹൂദന്മാരെ കൊന്നിട്ടൊരു താഴ്വരയാണ്. പ്രവാചകൻ ഈ താഴ്വര കണ്ടിട്ടില്ല, പ്രവാചകൻ അവിടെ സന്ദർശിച്ചിട്ടുമില്ല. എന്നാണ് അവിടെ ഈ അസ്ഥികൂടങ്ങൾ നിറഞ്ഞതെന്ന് ചോദിച്ചാൽ 1941 സെപ്റ്റംബർ 29. ഏത് അധ്യായത്തിലാണെന്ന് ചോദിക്കരുത് കേട്ടോ. ദേവദാസന്മാർ ചരിത്ര പഠനം കൂടെ നടത്തുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ നടത്തിയതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ 1900 എന്നാണ് രണ്ടാം ലോകയുദ്ധം തുടങ്ങുന്ന നമ്മളെ. അതാ ഞാൻ പറഞ്ഞത്, സഭയിലൊരു യുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടാകുമോ? കാരണം കുട്ടികളുടെ രീതിയിൽ അറിഞ്ഞുകൊണ്ടല്ല വന്നിരിക്കുന്നത്. ഞാൻ പറയാൻ പോലെ 1939 രണ്ടാം ലോകയുദ്ധം തുടങ്ങുന്നത്. അത് 1945 അവസാനിക്കുന്നത്. അപ്പോൾ 1941 എന്ന് പറയുന്നത് യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന സമയമാണ്. അന്ന് ജർമ്മനിയുടെ അന്നത്തെ ചാൻസലർ ഹിറ്റ്ലർ, ഇന്നത്തെ ജർമ്മൻ ചാൻസലർ ആരെന്നറിയാമോ? ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ വന്നത്, അല്ലേ? ഒലാഫ് സ്കോൾസ്. ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടി കാണത്തില്ല, അതൊന്നുകൂടെ പറയാമോ? ഇപ്പം ചോദിക്കുകയും വേണ്ട, നിങ്ങൾക്ക് അത്യാവശ്യം ഒലാഫ് സ്കോൾസ് ഞാൻ പിന്നെ പറഞ്ഞ് ചോദിച്ചാൽ മതി. അതാണ് ഇന്നത്തെ ജർമ്മൻ ചാൻസലർ. അപ്പോൾ 1941 ഹിറ്റ്ലറുടെ സൈന്യം യൂറോപ്യൻ രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് ഉക്രൈനിൽ വന്നു. അവിടെ വന്നിട്ട് അവിടെയുള്ള യഹൂദന്മാരെ ഹിറ്റ്ലറിന് വളരെ വിരോധമാണ്. മാത്രമല്ല ഹിറ്റ്ലർ ഒരു ശുദ്ധ ആര്യവംശക്കാരനാണ്. ആര്യൻ ഒഴികെയുള്ള ജിപ്സികൾ, യഹോവ സാക്ഷികൾ, യഹൂദന്മാർ, ഇവരോടൊക്കെ കഠിനമായ വിരോധമുള്ള ആളായിരുന്നു ഹിറ്റ്ലർ. ഹിറ്റ്ലർ 60 ലക്ഷം യഹൂദന്മാരെ കൊന്നിട്ടുണ്ട്. 35,000 ഉക്രൈനിൻ്റെ ബാബിയാർ താഴ്വരയിലാണ്. ഇതിനെ ആ താഴ്വരയാണ് ശരിക്കും പ്രവാചകനെ കാണിച്ചത്. ഇതിനെ ആലങ്കാരികമായ അല്ലെങ്കിൽ ഒരു ആത്മീയ വ്യാഖ്യാനം നമ്മൾ കൊടുത്താൽ ലോകത്തിൻ്റെ 86 രാജ്യങ്ങളിൽ യഹൂദൻ ചിതറിപ്പോയിട്ടുണ്ട്. ഇന്ന് ഇസ്രയേലിൽ പോയാൽ 86 ഭാഷ സംസാരിക്കുന്നവർ ഇസ്രയേലിലുണ്ട്. സാർ ഞാനും ലൈവെല്ലാം പോകാനിരിക്കുക, അവരെന്നെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പോട്ടെ. അപ്പോൾ ഇനി പറഞ്ഞാൽ മതി. അപ്പം ഞങ്ങൾക്ക് വാസ്തവത്തിൽ വേദ പ്രഭാഷകരായ ഞങ്ങൾ അവിടെ പോകേണ്ടത് അത്യാവശ്യമാണ്. ലോകത്തിലെ ഏതൊരു രാജ്യത്ത് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഇസ്രയേലിൽ നിന്ന് പോകേണ്ടത് ഒരു അത്യാവശ്യം തന്നെയാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഈ 86 രാജ്യങ്ങളിൽ ചിതറിപ്പോയ ജനങ്ങൾ എവിടെയെല്ലാം പോവുകയോ അവിടെ ഇന്ത്യയിലെ ബോംബെ, കൽക്കട്ട, നമ്മുടെ കൊച്ചി നഗരം, ഇതൊക്കെ ഒഴികെ അമേരിക്കയും ബ്രിട്ടനും തുടങ്ങിയ പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിലല്ലാതെ ഇവർക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. ഇവരെ കൊന്നുമുടിച്ച ചരിത്രങ്ങളാണ് എല്ലാ രാജ്യങ്ങളിലും കണ്ടിട്ടുള്ളത്. പിന്നെ ഈ ബാബിയാർ താഴ്വരയെ സംബന്ധിച്ചാണല്ലോ നമ്മൾ തുടങ്ങി വെച്ചത്, അത് തന്നെയാണ് ഇവിടെ വായിച്ചത്. അപ്പം ഈ പ്രവാചകനെ ചുറ്റി നടക്കുമാറാക്കില്ല. എന്തിനാ ചുറ്റി നടക്കുമാറാക്കിയത്? ചുറ്റി നടക്കുമാറാക്കിയത് പറഞ്ഞാൽ മതി. ചുറ്റി എന്ന് വെച്ചാൽ നീ കൃത്യമായി നോക്കിക്കോ, നീ കണ്ടോ. പ്രവചനമെന്ന് പറഞ്ഞാൽ സംഭവിച്ച കാര്യത്തിൻ്റെ വിശദീകരണമല്ല, നാളെ സംഭവിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് പ്രവാചകൻ എന്ന് കാണുന്നത് BC 600-നും 500-നും ഇടയിലാണ്. സംഭവിക്കുന്നത് നമ്മൾ പാർക്കുന്ന ഈ കാലഘട്ടത്തിൽ 1940
സെപ്റ്റംബർ 29 തിങ്കളാഴ്ച 8 മണിക്ക് അവർക്ക് അവിടെ ഒരു ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിൻ്റെ അടിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. വരുമ്പോൾ നിങ്ങളുടെ റെക്കോർഡുകൾ, നിങ്ങളുടെ വസ്ത്രം, ആഭരണങ്ങൾ, എല്ലാ സംഗതികളും കൊണ്ടുവരാൻ പറഞ്ഞു. പാവങ്ങൾ വിചാരിച്ചു ഒരു പക്ഷെ ഒരു പുനരധിവാസമായിരിക്കുമെന്ന്. ഇനി യഹൂദന്മാർ ഉക്രൈനിൽ പോയതെങ്ങനെയാണെന്ന് മനസ്സിലായോ? BC 606, 598, 587, AD 70, AD 135 ഈ കാലങ്ങളിലെല്ലാം യഹൂദന്മാർ ചിതറിപ്പോകേണ്ടി വന്നു. BC 606 മുതൽ അവർ രാജ്യം സ്ഥാപിക്കുന്നത് വരെ 1878 വർഷം സ്വന്തം രാജ്യമില്ലാത്തൊരു ജനതയായിരുന്നു. അങ്ങനെ ചിതറി വന്ന ജനങ്ങളായിരുന്നു. അവിടെ ഈ കീവിലേക്ക് ചെന്ന സകല ജനത്തോടും പറഞ്ഞു ഭാവിയാസ്ഥാനയിലേക്ക് നടക്കാൻ. ഇതൊന്നും അവർ ഭയക്കുന്നില്ല. അവരുടെ ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, അവരുടെ റെക്കോർഡുകളെല്ലാം ഒരു ഭാഗത്ത് വച്ചിട്ട് അവിടേക്ക് നടന്നപ്പോൾ ഭാവിയാർ താഴ്വര 150 മീറ്റർ നീളം, 30 മീറ്റർ ആഴം, 15 മീറ്റർ 30 മീറ്റർ വീതി, 15 മീറ്റർ ആഴം, 150, 30, 15. ഈ കിടങ്ങിലേക്ക് അല്ലെങ്കിൽ ഈ താഴ്വരയിലേക്ക് ഇവരെ അതിവേഗത്തിൽ ഓടിച്ച് ഇവർ ആഴമുള്ള കിടങ്ങ് അല്ലെങ്കിൽ താഴ്വരയിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ മിഷൻ കണ്ട് ഉപയോഗിച്ച് അവരെ കൊല്ലുകയായിരുന്നു. 35,000 പേരെയാണ് കൊന്നത്. ആ താഴ്വര ഉക്രൈനിലുള്ളത്. അതിൻ്റെ ശിക്ഷയാണോ ഇപ്പോൾ നടത്തുന്നതെന്ന് ചോദിച്ചാൽ ആനന്ദമല്ലെന്നും പറയാൻ പറ്റത്തില്ല. എന്താ കാര്യമെന്നറിയാമോ? ഇന്ന് ഉക്രൈനിലെ പ്രസിഡന്റ് ആരാണെന്ന് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. നിങ്ങൾ ഉത്തരം പറയുമെന്ന് എനിക്കറിയാം. പക്ഷെ സമയമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. വ്ളാഡിമിർ സെലൻസ്കി. അദ്ദേഹം യഹൂദനാണ്. അതും പ്രത്യേകം അറിയണം. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനെ പറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടുമെന്ന് യെശയ്യാപ്രവചനത്തിൽ പറയുന്നത് പോലെ തൻ്റെ പിതാക്കന്മാരൊക്കെ 48 രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞ് അവിടേക്ക് പോകുമ്പോൾ അന്ന് ഈ സെലൻസ്കി പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ ഒരിക്കൽ ഉക്രൈനിലെ പ്രസിഡന്റ് ആകും, അതുകൊണ്ട് ഞാൻ സ്വന്തം നാട്ടിലേക്ക് വരുന്നില്ല. അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുക. ഇന്ന് ഉക്രൈനിലെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു യഹൂദനാണ്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടാകുന്ന കൈകർത്തിക്ക് അതൊക്കെ കാണിക്കാൻ ആളുകളെ പിടിക്കണമല്ലേ? അപ്പൊ ഏതായാലും ശരി, ഇന്ന് അദ്ദേഹമാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ 35,000 പേരെ കൊന്നുമുടിച്ചെങ്കിൽ ഉക്രൈനിലെ ജനതയോടായിരിക്കാം ഒരുപക്ഷെ ദൈവത്തിന്റെ ന്യായവിധി. ഒരിക്കലും അത് ആരോടല്ല, സെലൻസ്കിയോടല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞിവിടെ അവസാനിപ്പിക്കട്ടെ. ഇങ്ങനൊരു താഴ്വരയുണ്ട്. തുടർന്ന് 38,